രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരാഗ്രഹം, പറശ്ശിനി മുത്തപ്പനെ ഒന്ന് കണ്ടു വണങ്ങണമെന്ന്. ഒന്നും നോക്കിയില്ല, സാധുയോട് ചോദിച്ചു, പോരുന്നോ എൻ്റെ കൂടെ എന്ന്. തേന്മാൻ കുമ്പത്തെ സിനിമയിലെ ലാലേട്ടൻ്റെ വിളിക്കായി ശോഭന കാത്തു നിന്ന പോലെ കേട്ടപാടെ അവൾ റെഡി. അങ്ങനെ ഞങ്ങൾ വേഗം റെഡിയായി കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യം വെച്ച് എൻ്റെ ബൈക്കിൽ യാത്ര തിരിച്ചു. പതിവ് പോലെ തന്നെ ഒരു മാറ്റവുമില്ല. 6:324 ഷൊർണൂരിൽ നിന്നും കണ്ണൂർ വരെ പോകുന്ന ഷൊർണൂർ കണ്ണൂർ മെമു 25 മിനിറ്റ് വൈകി ഓടുന്നു. ആ സമയം ഞാനും അവളും കൂടി ഒരു കോഫി കുടിച്ച് അവിടെ ഇരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി അവിടെ എത്തി. അങ്ങനെ വണ്ടിയിൽ കയറി കുറച്ച് പുറം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ ജാതി മത വേർതിരിവുകൾ ഒന്നും ഇല്ലാത്ത പറശ്ശിനി മുത്തപ്പൻ്റെ സന്നിധിയിലേക്കുള്ള പടികൾ ഇറങ്ങുകയായി. എല്ലായിടത്തും ആട്ടി ഓടിക്കുന്ന നായ്ക്കൾ ഒരു രാജാവിനെ പോലെ കുറിയൊക്കെ തൊട്ട് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ആദ്യം തന്നെ ഞങ്ങൾ മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാൻ കയറി. പിന്നെ വളപട്ടണം പുഴയിൽ കാല് കഴുകി മുത്തപ്പനെ വണങ്ങി. പിന്നീട് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഉച്ചയ്ക്ക് ഞങ്ങൾ മുത്തപ്പൻ്റെ അന്നദാനം കഴിക്കാനുള്ള തിരക്കിലായി. നീണ്ട ക്യൂവിൽ ഞങ്ങൾ നിന്ന് അന്നദാനവും കഴിച്ചു. പിന്നെ സ്പോർട്സിലും ഒട്ടും പുറകിലല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് ടൂർണമെൻറ്റിൽ വിജയിച്ച ട്രോഫികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനിയാണ് നമ്മുടെ പോക്കറ്റ് കാലിയാവുന്നത്. എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവൾ എന്തൊക്കെയോ വാങ്ങുന്നത് കണ്ടു. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒരു ചെറിയൊരു മുത്തപ്പൻ്റെ രൂപവും വാങ്ങി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ 5:20 ട്രെയിനിൽ ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്ര തിരിച്ചു.